വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പ്രതിഭകൾക്ക് ആദരവും നൽകി. CPIM വടക്കൻ മൈനാഗപ്പള്ളി 1-ാം വാർഡ് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മികവ് എന്ന പേരിലായിരുന്നു പരിപാടി. വടക്കൻ മൈനാഗപ്പള്ളി 1-ാം വാർഡിലാണ് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. കവയത്രി ശൈലജ മുരളീധരനും ആദരവ് നൽകി. മികവ് എന്ന പേരിലായിരുന്നു പരിപാടി. CPIM കുന്നത്തൂർ ഏരിയ സെക്രട്ടറി TR ശങ്കരപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. ആത്മഹത്യ കുട്ടികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം. മാനസിക താരതമ്യ കുട്ടികൾക്ക് അവർക്ക് ആവശ്യം ചികിത്സ ഏർപ്പെടുത്തണം എന്ന ആവശ്യം മാത്രമാണ് ഉന്നയിച്ചത്. എത്ര മൃഗീയമായിട്ടാണ് കഴിഞ്ഞ 20-ാം തീയതി ഡൽഹി പോലീസും അർദ്ധസൈനികരും ചേർന്നിട്ട് ആ കുട്ടികളെ MBBS പഠിക്കുന്ന, നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ, PGക്ക് പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ എത്ര മൃഗീയമായിട്ടാണ്, മനുഷ്യരഹിതമായിട്ടാണ് ഒരു ഭരണകൂടം അവരോട് പെരുമാറിയതെന്ന് നമ്മളെല്ലാം നേരിൽ കണ്ടതാണ്. CPIM മൈനാഗപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം K. നിസാം അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ മുഴുവൻ സർക്കാർ സ്കൂളുകളും കോടാനുകോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങൾ സ്വീകരിക്കണം. മാത്രമല്ല, പുതിയ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് IT സംവിധാനങ്ങൾ ക്ലാസ് മുറിയിലെത്തിയ കാലം ഞങ്ങൾ അധ്യാപകരോട് പലപ്പോഴും പരിശീലനം കൊടുത്ത് പറയുന്നുണ്ട്. ഇനി കേരളത്തിന്റെ പൊതുവിദ്യാലയത്തെ തകർക്കണമെങ്കിൽ അത് ആര് വിചാരിക്കണം? ഈ രാജ്യത്തെ, ഈ കേരളത്തിലെ അധ്യാപകർ വിചാരിക്കണം. അല്ലാതെ തകരില്ല. നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇത്ര ഉന്നതമായ സംവിധാനങ്ങൾ ഒരുക്കിയ സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയ ഒരു സംസ്ഥാനവും നമ്മുടെ രാജ്യത്തില്ല. വടക്കൻ മൈനാഗപ്പള്ളി ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി തമ്പാൻ ജെ സ്വാഗതം പറഞ്ഞു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് KG ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP വേണുഗോപാൽ +2 വിദ്യാർത്ഥികളെയും കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി S ശശികുമാർ SSLC വിജയികളെയും അനുമോദിച്ചു. CPIM കുന്നത്തൂർ ഏരിയ കമ്മിറ്റി അംഗം മുടിയൽത്തറ ബാബു കവയത്രി ശൈലജ മുരളീധരന് ആദരവ് നൽകി. CPIM മൈനാഗപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R കമൽദാസ് LSS USS സ്കോളർഷിപ്പ് വിജയികളെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.